ആ രണ്ടാമത്തെ ഗോൾ ഉണ്ടല്ലോ, അതിന് ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് കളി കാണുന്നത്. അർജന്റീന ഫാൻസ് ഉണ്ട്. ആ രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോൾ ഇവന്മാർ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ ഞാനൊക്കെ വണ്ടർ അടിച്ച് നിൽക്കുകയായിരുന്നു രണ്ടാമത്തെ ഗോൾ വന്നപ്പോൾ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിക്ക് റൈറ്റിൽ നിന്ന് ബോൾ കിട്ടുകയാണ്. അത് കഴിഞ്ഞ് ഗ്യാപ്പ് കാണുന്നു, അൽവാറസിലേക്ക് പാസ് കൊടുക്കുന്നു. അൽവാറസിന് ഷോട്ട് അടിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്, ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാമായിരുന്നു. അൽവാറസ് ഗോളിന്റെ കയ്യിലേക്ക് മാത്രം അടിച്ചു കൊടുക്കുന്ന രീതിയിൽ അടുത്തേക്ക് അടിച്ചു കൊടുത്തു, ബോൾ അത് സേവ് ചെയ്തു. റീബൗണ്ട് വരുന്നു, ബോൾ അവിടെ ഇവിടെയൊക്കെ തട്ടി റീബൗണ്ട് വരുന്നു, മെസ്സി എടുക്കുന്നു, മെസ്സി ഒരു അറ്റംപ്റ്റ് നടത്തുന്നു, ഫെയിൽ ആവുന്നു, വീണ്ടും മെസ്സിയിലേക്ക് വരാണ് ബോൾ, അത് മെസ്സി കിട്ടിയില്ല. 5 പ്ലേയേഴ്സിന്റെ ഇടയിലൂടെ കവളിപ്പിച്ചുകൊണ്ടൊരു ഷോട്ട്, അത് ശരിക്കും ഇമ്പോസിബിൾ ആയിട്ട് എന്നെ വണ്ടടിപ്പിച്ചു. ഇങ്ങനെ ഇതെന്താ കാണിക്കുന്നത്? 2 കളിയിൽ 5 ഗോള്, 3 ഒരു ആട്രിക് ഫസ്റ്റ് കളി, രണ്ടാമത്തെ കളിയിൽ ആട്രിക് മിസ്സായതാണ്, പെനാൽറ്റി മിസ്സായി ഓൾറെഡി. അത് കഴിഞ്ഞ് 2 ഗോളുകൾ, അത് കിടിലൻ ഗോള്. ഫസ്റ്റത്തെ ഗോൾ ആണെങ്കിൽ മെസ്സിന്റെ പ്രൈം ടച്ച് ഗോളാണ്, മെസ്സി ഫ്രീ ആണ്, പ്രൈം ടച്ചിലൂടെ മെസ്സി ഗോൾ അടിച്ചു. സെക്കൻഡ് ഗോളാണ് ശരിക്കും എന്നെ മാത്രമല്ല നിങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയത്. രണ്ടാമത്തെ ഗോളായിരിക്കും. വിട്ടുന്നില്ല മെസ്സി വിട്ടു തരൂല. 6 റൺ അവിടെ നിന്ന് എടുത്ത് പിന്നെയും ആ ഒരു എനർജി കളയാതെ മെസ്സി ആ ഗോളാക്കി മാറ്റി ആ ഒരു റണ്ണ്. അപ്പൊ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും പെപ് ഗാർഡിയോള മെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മെസ്സി ശരിക്കും ഗ്രൗണ്ടിൽ വെറുതെ നടക്കുന്നത് ചുമ്മാ നടക്കല്ല, എനർജി കൺസേർവ് ചെയ്യാണ് മെസ്സി. അതുപോലെ തന്നെ ഗ്രൗണ്ട് നിരീക്ഷിക്കുകയാണ്. മെസ്സിന്റെ കൈമ ബോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മെസ്സി ഗോൾ അവിടെ സ്മെല് ചെയ്തിരിക്കുന്നു പെപ് ഗാർഡിയോള പറയുന്നുണ്ട് അല്ലേ. അത് എത്രമാത്രം സത്യമാണ് ഇന്നലെ കളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. 2 കളിയിൽ 5 ഗോള്, ഇത്ര വയസ്സായിട്ടും കീപ് ഫോമിലാണ്. മെസ്സിനെ കുറിച്ച് വേറെ ഇനിയിപ്പോ എന്താ പറയേണ്ടി? അർജന്റീനയിൽ മെസ്സി ഒരു സംഭവം തന്നെ. ഓക്കെ, മെസ്സി 2 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു, റെക്കോർഡ് ഇട്ടു. മെസ്സി വേൾഡ് കപ്പിൽ ഏറ്റവും ടോപ്പ് സ്കോറായി നിലനിൽക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞ കളി. അർജന്റീനന്റെ കളിയിലെ വീക്ക് പോയിന്റുകൾ, അർജന്റീനയ്ക്ക് എന്തൊക്കെ വീക്ക് പോയിന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്ട്രിയുമായിട്ടുള്ള കളി എടുത്തു കഴിഞ്ഞാലും അൾജീരിയുമായിട്ടുള്ള കളി എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ബോൾ പൊസിഷൻ വെച്ച് അർജന്റീന കളിക്കാൻ പറ്റിയിട്ടില്ല. അൾജീരിയക്കും ഒരുപാട് ബോൾ പൊസിഷൻ വെച്ച് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓസ്ട്രിയക്കും അത്യാവശ്യം ബോൾ കയ്യിൽ വെച്ച് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നേരം ബോൾ കാലിൽ വെച്ച് കളിക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല, അർജന്റീനക്ക് പറ്റിയിട്ടില്ല. അതൊരു വീക്ക് പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏരിയൽ ഡുവൽ, മുകളിലൂടെ വരുന്ന ബോളുകൾ, അത് അർജന്റീനയ്ക്ക് സ്വീകരിക്കാൻ അധികം പറ്റിയിട്ടില്ല. അതിൽ അർജന്റീന വീക്കാണ്. കാരണം എല്ലാവരും ഹൈറ്റ് കുറഞ്ഞ പ്ലേയേഴ്സ് ആണല്ലോ, സോ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിൽ അർജന്റീന വീക്കാണ്. അതൊരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് ഓപ്പണന്റ് ടീം എടുക്കും. പിന്നെ പറയാനുള്ളത്, ഇന്നലെ കളി കണ്ട എല്ലാവർക്കും അറിയാം അർജന്റീനയ്ക്ക് ഒരു നല്ല സ്ട്രോങ് ആയ ഓപ്പണന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അർജന്റീന വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ആയിരുന്നു. ഓസ്ട്രിയ ഒരുപാട് തവണ ഓപ്പണന്റ് പോസ്റ്റിലേക്കും അർജന്റീന പോസ്റ്റിലേക്കും വന്നിട്ടുണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കിടിലൻ സ്ട്രൈക്കർ ഇല്ലാത്ത കുറവാണ് ഓസ്ട്രേലിയ നമ്മൾ കണ്ടത്. ശരിക്കും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അർജന്റീന ഫാൻസ്, മെസ്സിയാണ് 2 കളിയിൽ ഗോൾ അടിച്ചത്. ഇൻ കേസ് ഒരു സ്ട്രോങ് ഓപ്പണന്റ് വരാണെങ്കിൽ മെസ്സിനെ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് ഗോൾ അടിക്കും? അർജന്റീന ഫാൻസ് കാണേണ്ട ഒരു മത്സരമാണ് സ്പെയിൻ vs ഉറുഗ്വ മത്സരം. അത് തന്നെയാണ് ഗ്രൂപ്പ് എച്ചിൽ ആരായിരിക്കും അർജന്റീനയുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് നിർണ്ണയിക്കുന്ന മത്സരം. അപ്പോൾ മസ്റ്റ് വാച്ച് സ്പെയിൻ vs ഉറുഗ്വ മാച്ച്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. കമന്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നിറച്ചോളി. ബൈ ബൈ.